Mapak, your perfect packaging partner. താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. ലഘു ഉദ്യോഗ് ഭാരതിയും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും സംയുക്തമായി ലോൺ മേള സംഘടിപ്പിച്ചു. പുതു സംരംഭങ്ങൾ തേടുന്നവർക്കായി മുദ്ര PMEGP ലോൺ മേളയാണ് കാലടിയിൽ നടത്തിയത്. കൃത്യമായ സിവിൽ സ്കോർ ഉണ്ടായിട്ടും നമ്മുടെ രാജ്യത്ത് മുദ്ര ലോണുകളും PMEGP ലോണുകളും കൊടുക്കാത്ത ചില ബാങ്കുകളുണ്ട്. എന്നാൽ ഉയർന്ന തലത്തിലേക്ക് നമ്മൾ ബന്ധപ്പെടുമ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം ലോൺ കൊടുക്കുന്ന കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ 19 ലക്ഷം ലോണിന് വേണ്ടി കാലടിയിലെ ഒരു ബാങ്കിൽ സമീപിക്കുകയും എല്ലാ പ്രോസസ്സ് തീരുകയും അവസാനം ലോൺ റിജക്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതേ ലോൺ തന്നെ വേറെ ബാങ്കിൽ നിന്ന് പാസ്സാക്കി മേടിച്ച ചരിത്രവും നമുക്കുണ്ട്, നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്കിത് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങളായിട്ടൊന്നുമില്ല. ചിലവരുടെ മനസ്സിൽ ലോൺ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത, കൊടുക്കണ്ട എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് അത്രയും കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ചില ബാങ്കുകാർ മുൻകൂട്ടി നമ്മൾ അസസ് ചെയ്യാൻ ഇവൻ എടുത്താൽ അടക്കില്ല. എന്ത് തന്നെയായാലും നമ്മൾ എടുക്കുന്നവരും ചിന്തിക്കണം, സാധാരണക്കാരൻ്റെ പൈസയാണ് ബാങ്കിലുള്ളത്, ബാങ്കിൻ്റെ 10 പൈസയും ബാങ്കിൽ ഉണ്ടാവില്ല, സാധാരണക്കാരൻ്റെ പൈസയാണ് ബാങ്കിൽ ഡെപ്പോസിറ്റായിട്ട് വരുന്നത്. ആ ഡെപ്പോസിറ്റാണ് എടുത്ത് തരുന്നത്, അത് തിരിച്ചടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണെന്നുള്ള ചിന്തയും ലോൺ എടുക്കുന്നവർ ചിന്തിക്കണം അതോടൊപ്പം തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബാങ്ക് മാനേജർക്കും അതിൽ ബാധ്യത വരുന്നുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അങ്ങനെ നടക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബാങ്കിനെ സമീപിക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അദ്ദേഹം ബാങ്കിൻ്റെ നിയമങ്ങളും ചട്ടക്കൂടുകളാണ് പറഞ്ഞത്, അതിനപ്പുറത്തും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബാങ്കിനെ സമീപിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ആ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ കൃത്യമായ ഒരു പ്രോജക്റ്റ്, അതായത് നമ്മളൊരു ലോൺ എടുക്കുമ്പോൾ സാധാരണഗതിയിൽ PMEGP ലോണാണെങ്കിൽ അതിൽ ഒരു മിഷനറി മാനുഫാക്ചറിങ് ഉണ്ടാകും. ആ മാനുഫാക്ചറിങ്ങിന് മിഷനറി ആവശ്യമുണ്ട്. ആ മിഷനറിക്ക് ഇപ്പോൾ 10 ലക്ഷത്തിൻ്റെ ലോണാണെങ്കിൽ 7 ലക്ഷം രൂപ മിഷനറിക്കായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കരുതുക. 3 ലക്ഷം രൂപ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമുക്ക് ഈ റോ മെറ്റീരിയൽസ് മേടിക്കാനുള്ള, ഫിനിഷ്ഡ് ഗുഡ് ആക്കാനുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള പൈസയായിട്ട് 3 ലക്ഷം രൂപ. അങ്ങനെ നമ്മുടെ ടോട്ടൽ പ്രോജക്റ്റ് കോസ്റ്റ് 10 ലക്ഷം രൂപ. ഇത്തരം കാര്യങ്ങൾ, അതുപോലെ നമുക്ക് ഒരു മാസം ഫിക്സഡ് എക്സ്പെൻസ്, അതായത് സാലറി, റെൻറ്റ്, ഇലക്ട്രിസിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൃത്യമായി പറയുക. ഒരു മാസം നമ്മൾ ഇത്ര രൂപയുടെ സെയിൽസ് നമ്മൾ നടത്തും, അതിൽ ഇത്ര രൂപ നമുക്ക് ലാഭം ഉണ്ടാവും. ഇതെല്ലാം കൃത്യമായി ഒരു മാനേജറെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടാവും, അദ്ദേഹം ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കും, ഇതായിട്ട് ബാങ്കിൽ ചെല്ലും. ബാങ്ക് 1-2 കാര്യങ്ങൾ മാനേജർ ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ മാനേജർ പറയും നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അവരുടെ ജോലിയും ബാധിക്കുന്ന കാര്യം അതിലുണ്ട്, ഞാൻ എന്ത് പറഞ്ഞാലും. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. നാളത്തേക്ക് ഒരു ബാധ്യതയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കും എളുപ്പമാണ്, ബാങ്കിൽ നിന്ന് ലോൺ ലഭിക്കുന്നതിനും എളുപ്പമാണ്. ബാങ്ക് മാനേജർക്കോ ഉദ്യോഗസ്ഥർക്കോ വരാൻ വേണ്ടി പാടില്ല. സാധാരണ ജനങ്ങൾ ഇത് പറ്റുന്നെങ്കിൽ ബാങ്കിന്റെ തന്നെ അവരുടെ തന്നെ ഞങ്ങളുടെയൊക്കെ ഉള്ള അടക്കമുള്ള ഫണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നിങ്ങളുടെ സാലറി അടക്കം, നിങ്ങളുടെ ചെലവുകളടക്കം, ബാങ്കിന്റെ ചെലവുകളടക്കം മൊത്തത്തിൽ പോകുന്നത് ആയെന്ന് ഞങ്ങളെ വഴിയാധാരമാക്കുന്ന രീതിയിൽ പലപ്പോഴായിട്ട് പല തവണകളായിട്ട് നടത്തിക്കൊണ്ടു പോവുകയും ഒപ്പം തന്നെ ലാസ്റ്റ് മൂമെന്റിൽ ഇതേപോലെയുള്ള ഭാഷകൾ സംസാരിച്ച് ഞങ്ങൾ മുകളിലോട്ട് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം വരെയുള്ള എന്ത് തന്നെയാണെങ്കിലും ബ്രാഞ്ചിന് അവകാശപ്പെട്ടത് തന്നെ. ആ ബ്രാഞ്ച് തന്നെയാണ് പറയുന്നത് ഇനിയും ഞങ്ങൾ മുകളിലോട്ട് പോകണമെന്ന് പറയുമ്പോഴേക്കും ബാങ്കിന്റെ അവസ്ഥയും നമ്മളുടെ അവസ്ഥയും എന്തായിരിക്കും എന്ന് നോക്കിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഏറ്റവും അവസാനം അവരെ മാനേജ്മെന്റ് അവരോട് ചോദിക്കുന്നത് നീ എന്തിനു കൊടുത്തു എന്നാണ്. അതെ, പോലും അങ്ങനെ പെടുന്നുണ്ട് എന്നാണ് സത്യം. അതെ, അതാണ്.